കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിങ്ങൾ വാർത്തകളിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ എസ്എംഎസുകളിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവും. ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വിർച്വൽ അറസ്റ്റ് എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വീഡിയോ കാണുന്ന പലർക്കും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയൊക്കെ ഉണ്ടായിരിക്കുമെങ്കിലും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യുകയാണ് ഒരു അറിയിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഫ്രോഡ് നടത്തുന്ന ആൾക്കാർ നിങ്ങളെ വീഡിയോ കോളിൽ വിളിക്കുകയാണ്. പോലീസിന്റെ സൈഡിൽ നിന്നാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ CBIയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ കസ്റ്റംസിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് നടത്തുന്ന ആൾക്കാരുടെ സൈഡിൽ നിന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വീഡിയോ കോൾ ചെയ്യാണ്. അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങളോട് മണിക്കൂറുകളോളം വീഡിയോ കോളിൽ നിൽക്കാൻ പറയുന്നു. അതിനുശേഷം നിങ്ങൾ ഹൗസ് അറസ്റ്റിലാണെന്ന് പറയുന്നു. ഈ ഹൗസ് അറസ്റ്റ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ഭീമമായിട്ടുള്ള ഒരു തുക നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നു. അത് കണ്ടിട്ട് പല ആൾക്കാരും പേടിച്ച് പോയിട്ട് അത് പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ വിർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അത് ലീഗൽ അല്ല. ഒരു ലോ എൻഫോഴ്സ്മെന്റ് ടീമുകളും നിങ്ങളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോ കോളോ അല്ലെങ്കിൽ വാട്സാപ്പ് കോളോ വിളിച്ചിട്ട് നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണെങ്കിൽ ഹൗസ് അറസ്റ്റിലാന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു കാരണവശാലും പേടിപ്പിക്കാനുള്ള സാധ്യതകളില്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സ്കാം ആണ്. ഇപ്പോൾ ഭീമമായിട്ട് നടക്കുന്നുണ്ട് വിർച്വൽ ലോകത്ത്. അപ്പോൾ നിങ്ങൾ കരുതിയിരിക്കുക, നിങ്ങളെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ മറ്റൊരു ഫോൺ എടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡിലൂടെ ഉടനെ പോലീസിനെ അറിയിക്കുക. പോലീസിനെ അറിയിച്ചിട്ട് ഇങ്ങനെ സംഭവം നടക്കുന്നെന്ന് പറയുക. ഉടനെ തന്നെ ഈ സ്കാമിൽ നിന്ന് ഒഴിവാകുക. അപ്പോൾ ബി കെയർഫുൾ ഓൾ ദ ടൈം, ബിക്കോസ് ഇന്ന് വിർച്വൽ ലോകത്ത് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ആ തട്ടിപ്പുകളിലൊക്കെ ചെന്ന് ചാടാണ്ടിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ സൈഡിൽ നിന്ന് ഏറ്റവും ചെയ്യാവുന്ന നല്ല കാര്യം. ഓക്കെ, ബൈ.